പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നീലിയാട് പാലത്തിന്റെ അടിത്തറ ഭാഗത്തെ കല്ലുകൾ ഇളകിയ നിലയിൽ. പ്രളയകാലത്ത് ശക്തമായി വെള്ളം കുത്തിയൊലിച്ചതാകാം കാരണമെന്നാണ് പറയുന്നത്. പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച നീലിയാട് ബസ് സ്റ്റോപ്പിന് സമീപത്തെ പാലത്തിന്റെ അടിത്തറ ഭാഗത്തെ ഇന്നത്തെ ദൃശ്യങ്ങളാണിത്. കൂടുതൽ ഭാഗങ്ങൾ ചെങ്കല്ല് കൊണ്ടും പാലത്തിന്റെ ഇരുവശങ്ങളിലെ ഭാഗങ്ങൾ കോൺക്രീറ്റ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അടിത്തറയിൽ പതിച്ചിരുന്ന ചെങ്കല്ലുകളാണ് ഇളകിപ്പോയിരിക്കുന്നത്. മഹാപ്രളയകാലത്ത് വെള്ളം ശക്തമായി കുത്തിയൊലിച്ചു വന്നതാണ് കല്ലുകൾ ഇളകിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഇപ്പോ 2 പ്രളയം ഉണ്ടായി. അപ്പോൾ ആ 2 പ്രളയത്തില് വെള്ളം കുത്തനെ വന്നപ്പോൾ ഇതിന്റെ അടിത്തറ ഭാഗിയ കല്ലുകളൊക്കെ ഇളകിയിട്ട് ലേശം ഒരു അപകടാവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അധികൃതരുമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇത് അടുത്താണ് ഒരാൾ ഇങ്ങോട്ട് വീഴുണ്ടായി, ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വീഴുണ്ടായി. അപ്പോൾ അയാൾ എടുക്കാൻ ഇറങ്ങിയ സമയത്താണ് ഇപ്പോൾ ഇത് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിത്തറ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നീലിയാട് പടിഞ്ഞാറങ്ങാടി പൊന്നാനി പോണ റൂട്ടിൽ നീലിയാട് സെൻറ്ററിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കണമെന്ന്. പ്രളയസമയത്ത് നീലിയാട് പ്രദേശം ദിവസങ്ങളോളം വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. പാലത്തിന്റെ അടിഭാഗത്തെ കല്ലുകളും ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ഭാഗങ്ങളും തകർന്ന് പുറത്ത് കാണത്തക്ക വിധത്തിലായതോടെ നാട്ടുകാരും വലിയ ആശങ്കയിലാണ്. പാലത്തിന്റെ ശോച്യാവസ്ഥ ജനപ്രതിനിധികളെ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വകുപ്പ് തല ഉദ്യോഗസ്ഥരും പാലം സന്ദർശനം നടത്തിപ്പോയിരുന്നു. NCV ന്യൂസ് തൃത്താല. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.